അപ്പം ഇന്നത്തെ നമ്മുടെ ഫുഡ് എന്താണെന്ന് നോക്കിയാലോ. നല്ല കണ്ണൂർ സ്പെഷ്യൽ ചെമ്മീൻ ചോറാണ് കേട്ടോ. ഞാനിത് നമ്മുടെ ഡെയിലി വ്ളോഗിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ചെമ്മീൻ ബിരിയാണിയാണോ എന്നുള്ളത്. അല്ല, ചെമ്മീൻ ചോറ്. ചെമ്മീനാകുമ്പോൾ അതിൻ്റെ മണം പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ ചെമ്മീനൊന്ന് മസാല കൂട്ടിയെടുക്കുന്നുണ്ട്. ചെമ്മീനിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് മസാല ആക്കിയിട്ട് 1 മണിക്കൂറിന് ശേഷം നമുക്കിത് ചെമ്മീൻ ചോറ് ഉണ്ടാക്കുന്ന ചട്ടിയിൽ ഒന്ന് പൊരിച്ചെടുക്കണം. ബിരിയാണി അല്ല കേട്ടോ, ചോറാണ്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ചെമ്മീൻ ശരിക്ക് വേവാൻ വേണ്ടിയിട്ട് 3 മിനിറ്റ് മതി. നമ്മളിവിടെ പൊരിക്കണോണ്ട് കുറച്ച് വെള്ളമൊക്കെ വരുമല്ലോ, എല്ലാം കൂടെ ആക്കി നമ്മൾ പൊരിച്ചെടുക്കുമ്പോഴേക്കും ഒരു 6-7 മിനിറ്റൊക്കെ എടുക്കും കേട്ടോ. ഒത്തിരി അങ്ങ് ബലം വെപ്പിക്കണ്ട. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് അതിൽ നിന്നൊന്ന് മാറ്റാം. എന്നിട്ട് സെയിം ഓയിലിൽ തന്നെ കുറച്ചുകൂടെ ഞാൻ എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്താണെങ്കിലും കുഴപ്പമില്ല. പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 3 വലിയുള്ളി അടിച്ചിട്ടുണ്ട്. 1 കിലോ ചോറാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് തക്കാളിയൊക്കെയാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ വേണം. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വഴറ്റിയ ശേഷം ഒരു 2 വലിയ സ്പൂണിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം, സ്ലൈസ് ചെയ്തത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല കേട്ടോ, അത്രയും മാത്രം മതി. നമുക്ക് മസാലകളായിട്ട് പെപ്പറൊക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഈ മസാല ചേർത്തിയ ശേഷം ഞാൻ വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ അരി അളന്നെടുത്തിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിൽ 1.5 പാത്രമാണ് നമുക്ക് വെള്ളം വേണ്ടത്. അപ്പോൾ അരിയത്തെ വെള്ളമൊക്കെ വറ്റിയ ശേഷം നമുക്കിതിലോട്ട് അരി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ജീരകശാലയാണ് എടുത്തേക്കുന്നത്. അരി ചേർത്തി കൊടുത്ത ശേഷം നമുക്കിവിടെ നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കണം. നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക എന്ന് തന്നെ പറയില്ല, അങ്ങനെ ആക്കിയിട്ടെടുക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റെങ്കിലും ഈ ഒരു പ്രോസസ്സ് ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വെള്ളം വെച്ചിട്ടില്ലേ, അതൊന്ന് തിളച്ച് വരും. ഇനി ഇതിലോട്ട് മല്ലിയില, പിന്നെ 1 കപ്പ് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കണം. ഈ ഒരു സ്റ്റേജിലാണ് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. പക്ഷെ ഞാൻ മറന്നിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഓർമ്മ വന്നത്. അതായത് വെള്ളം ഒഴിച്ച ശേഷം എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരി വറുക്കുമ്പോഴാണ് തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കാം. ഇനിയിപ്പോൾ സാധാരണ നമ്മൾ റൈസൊക്കെ വേവിച്ചെടുക്കില്ലേ, അതേപോലെ ഇടയ്ക്കൊന്ന് തുറക്കുക, വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഇങ്ങനെ തന്നെ കേട്ടോ നമ്മൾ വേവുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഭയങ്കര ഈസിയാണ്. പക്ഷേ വീണ്ടും ഉണ്ടാക്കി കഴിക്കേണ്ട ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ. നമ്മളെ ബിരിയാണിയും ഈ ഒരു ചോറ് ഒക്കെ നല്ല ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. പലരും നമ്മൾ ബിരിയാണി ഉണ്ടാക്കി ഇടുമ്പോൾ പറയും ഇത് ഞങ്ങളുടെ ചെമ്മീൻ ചോറാണ്, ഇത് ഞങ്ങളുടെ ഇറച്ചി ചോറാണെന്ന്. പക്ഷേ നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾക്കത് നന്നായിട്ട് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്തത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയിലൊക്കെ ആയതുകൊണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇത് ഭയങ്കര സ്മെല്ലുണ്ട്. പക്ഷെ ആ സ്മെല്ലിൻ്റെ കഴിക്കാനുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് അതിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദമ്മ് വയ്ക്കാം. ഞാൻ എന്തെങ്കിലും കനമുള്ള ഇതുപോലത്തെ എന്തെങ്കിലും ഐറ്റം എടുത്ത് മുകളിൽ വയ്ക്കും. അത് തന്നെ കേട്ടോ എൻ്റെ ദമ്മ്, വേറൊന്നുമില്ല. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തുറന്നപ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. തൈരിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സുർക്കൻ്റെ കൂടെ പപ്പടമോ അച്ചാറൊക്കെ കൂട്ടി കഴിക്കാം. കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റാണ്. ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.